നമ്മൾ നിൽക്കുന്നത് നിലയ്ക്കൽ ചർച്ച് കോന്നി ഭാഗത്താണ് കേട്ടോ, അല്ല തിലാപ്പള്ളി ഭാഗത്ത്. ഇവിടെ നേരെ പോയ ശബരിമലയാണ് കേട്ടോ. അപ്പോൾ വരുന്ന വഴിക്കൊരു കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത്. നല്ല അടിപൊളി കാഴ്ച. നമുക്ക് എന്നാ അടിപൊളി കാഴ്ചയാണെന്ന് നോക്കി. സാറുമാരുടെ കഥയൊക്കെ ചോദിക്കണം. അല്ലല്ലോ, അങ്ങോട്ട് പോയ ശബരിമല കേട്ടോ, നിലയ്ക്കൽ. നമുക്കിനി ഇങ്ങനെ പോകണം. ഇങ്ങനെ നമ്മൾ പോകുന്നത്. ആട്ടെ പെറ്റി സുന്ദരിയാ, സൂപ്പറല്ലേ കാണാൻ? ഇത് രസമല്ലേ? പ്രകൃതിയുടെ ഒരു അതെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ജോർജണ്ണ എന്താണ് പറയാനുള്ളത്? പറഞ്ഞേണ്ണ ജോർജണ്ണ. അതെ, കൊച്ചിയിൽ നിന്ന് ഞങ്ങളുടെ നാട്ടിൽ വന്നപ്പോൾ എന്താണ് ജോർജണ്ണ തോന്നിയത്? പറയണ്ട. സൂപ്പർ നാടല്ലേ? സൂപ്പർ നാടല്ലേ? സൂപ്പർ നാടല്ലേ? എന്ത് ഭംഗിയല്ലേ അളിയാ, പച്ചപ്പും ഹരിതാവും ഏതേ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ നാട്ടിൽ വേണം. ഫ്രഷ് എയറിന്റെ കരവറ. അപ്പോൾ നാളെ ഹരിതാപം ഹരിതാപം അല്ലേ? എൻ്റെ പൊന്നളിയാ, വേറെ റേഞ്ചാണ് ഞങ്ങളുടെ നാട്. ഞങ്ങളുടെ ഇനി അങ്ങോട്ട് ഇങ്ങനെ കാണാം. ഇങ്ങനെ വന്ന് നമ്മളിപ്പുറത്തെ മല കൂടെ കയറി ഇറങ്ങി നമ്മൾ പോണേ. ഇത് തന്നെ കിട്ടിയ റേറസ്റ്റ് സംഭവം കേട്ടോ. ഇപ്പം ഇങ്ങനെ കിട്ടിയത് ഇങ്ങനെ കിട്ടത്തേ ഇല്ലായിരുന്നു. ചെറുതെ നമ്മൾ പോണേ. ഈ സൈഡിലൊക്കെ ആന വരാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഗവിക്ക്, അതായത് തിലാപ്പള്ളിയിൽ നിന്ന് ആങ്ങുവഴിക്ക് പോകുന്ന റൂട്ടാണ്. എപ്പോഴും റോഡ് സൈഡിലെ കുഴികളൊന്നും അടച്ചിട്ടൊന്നുമില്ല. അത് വീണ്ടും ശങ്കരൻ തെങ്ങയിൽ തന്നെ നമ്മൾ അന്നും ഒരു വീഡിയോ കിട്ടതാണ്. വേണമെങ്കിൽ കാണാണ്ടില്ലേ, റോഡിൻ്റെ സൈഡ് നോക്കി, എഡ്ജ് നോക്കി കണ്ടാൽ മനസ്സിലാവും. റോഡിൻ്റെ സൈഡ് ഏതെങ്കിലും വണ്ടിയോ വല്ലതും വന്ന് ഉച്ചയും കുത്തി വീണാൽ അവിടെ കിടക്കും. അതാണ് നമ്മുടെ ഒരു നിയമസംഹിതയുടെ ഒരു നല്ല അടിപൊളി പ്രവർത്തനം. അതാണ് എന്ന് എനിക്ക് പറയാനുള്ളത്, തുറന്ന് പറയാനുള്ളത്. കാരണം നല്ല വിശാലമായ അടിപൊളി റോഡ് ഉണ്ടാക്കിയിട്ട് റോഡിൻ്റെ സൈഡെല്ലാം മഴ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ പിന്നെ പണിയുണ്ടായിരുന്നു. മൊത്തം മഴ പെയ്തങ്ങ് പോകത്തില്ലായിരുന്നു അല്ലേ? ഏതെങ്കിലും വണ്ടി വല്ലതും ആരെങ്കിലും പാവങ്ങൾ ജപിക്കുവാണെന്ന് പറഞ്ഞ് വണ്ടി വിട്ട് വരും. ഏതെങ്കിലും വലിയ വണ്ടി വരുമ്പോൾ സൈഡ് കൊടുക്കും, വണ്ടി ഉച്ചി കുത്തി കുഴിയിൽ പോകും. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഈ സൈഡ് നോക്കി, സൈഡ് എഡ്ജ് കണ്ടില്ലേ? നേരത്തെ ഇതുപോലെ ചെറിയ റോഡാണ്, ഗവിക്ക് പോകുന്ന പോലത്തെ ചെറിയ റോഡാണ് ഇവിടുത്തെ. പക്ഷെ അതെന്തായാലും വീതി കൂടി പൈപ്പ് ലൈനൊക്കെ ഇട്ട് ഓക്കെ, എന്തായാലും രസമുണ്ട് കാണാൻ അല്ലേ? അപ്പോൾ ഇനി നിങ്ങൾ ടൈം ലാപ്സ് ആണ്. ടൈം ലാപ്സ് അതങ്ങനെ സംസാരിക്കും, കുഴപ്പമില്ല. ശരിയില്ല, അതൊക്കെ ഞാൻ സ്പീഡ് കൂട്ടി അങ്ങോട്ട്. റോഡിൻ്റെ സൈഡ് നോക്കി, റോഡിൻ്റെ സൈഡ് കണ്ടോ മൊത്തം എഡ്ജ്. ഞാൻ ഇവിടെയൊക്കെ വീഡിയോ ചെയ്താൽ മാസമായിട്ട് വീഡിയോ ചെയ്താൽ ആരും മൈൻഡ് ചെയ്യത്തില്ലെന്ന് പറഞ്ഞാൽ എന്നൊരവസ്ഥ അല്ലേ? വല്ലാത്തൊരവസ്ഥ തന്നെ ജീവിതത്തിലെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമാണ്. ഇത് എത്ര കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് അവിടെ വരെ? ഇവിടുന്ന് വലിയ ദൂരമല്ലേ? ഇപ്പം നമ്മൾ ന്യൂട്രല്ലേ പോകുന്നത്? ഇവിടുന്നോ കിലോമീറ്റർ അല്ലേ? അവിടുന്ന് 10 കിലോമീറ്റർ ആണെന്ന് തോന്നുന്നു. ഇവിടുന്ന് 7 കിലോമീറ്റർ കണ്ടേ ആങ്ങുവഴിയിൽ നിന്ന് 6 കിലോമീറ്റർ 7 കിലോമീറ്റർ കണ്ടത് സേത്തോട്, 5 കിലോമീറ്റർ 6 കിലോമീറ്റർ കണ്ടത്. സേത്തോട്ടിൽ നിന്ന് 7 കിലോമീറ്റർ ചിറ്റാറ്. അപ്പോൾ 7 10-20 കിലോമീറ്റർ അല്ല 10 കിലോമീറ്റർ കേട്ടോ. 30 കിലോമീറ്റർ ഉണ്ട്. 35 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ എന്തായാലും ഉണ്ടോ എന്നാ രസമാണ് ഞങ്ങളുടെ സ്വന്തം നാടെന്നൊക്കെ പറഞ്ഞാൽ. എൻ്റെ പൊന്നളിയാ, ഒരു രക്ഷയില്ലാത്ത നാളെ കേട്ടോ. ഹരിതാപം, പച്ചപ്പ്. പച്ചപ്പ്, ഹരിതാരം. ഓട്ടോ നമ്മൾ ചുമ്മാ ഒന്ന് കറങ്ങാൻ വന്നതാണ്. അളിയ എങ്ങനെയുണ്ട് നമ്മുടെ നാട്? എങ്ങനെയുണ്ട് സ്വന്തം നാട്? സൂപ്പറല്ലേ സാറേ? എങ്ങനെയുണ്ട്? അടിപൊളി. കോഴിക്കോട് എങ്ങനെയുണ്ടോ? ആദ്യമായിട്ടെന്താ കാട്ടുപോത്തിനെ കാണുന്നത്?
ഇത് കാട്ടുപോത്തല്ല, ഇതിന്റെ പേര് പറയുന്നത് കാട്ടി എന്നാണ് ഇതിന്റെ പേര്. ബൈസൺ. ബൈസൺ എന്ന് പറയാനൊക്കെ ബൈസൺ, അത് തന്നെ ബൈസൺ. കാട്ടി. കാട്ടുപോത്തെന്ന് പറയുമ്പോൾ കാലേക്ക് ഇതൊന്നുമില്ല, ഇതിന് കാട്ടി എന്നാണ് പറഞ്ഞത്. എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്ന കാട്ടുപോത്ത് എന്നാണ്. എന്നാ ലുക്ക നോക്കി, ഫുള്ള് പച്ചപ്പാണ്. പച്ചപ്പ് മോനെ, ഒരു രക്ഷയില്ല മോനെ. ഇവിടെയൊക്കെ ആന കണ്ടോ മോനെ? ആനയുടെ നല്ല പിണ്ടം. പകൽ ഇതിലേ വന്നപ്പോൾ മേളിൽ ആന നിന്ന് ഞാൻ കണ്ടതാണ്. KSRTC അണ്ടാ. ഇല്ലി പൊട്ടിക്കാറില്ല. എങ്ങനെടാ? ഇല്ലയോ? ഇല്ലി പൊട്ടിക്കും. പിന്നെ ഇല്ലി അത് പേപ്പർ മില്ലിലേക്ക് കൊണ്ടുപോകും. നിങ്ങളുടെ അവിടെ അല്ലേ പേപ്പർ മില്ല്? അതെ. നമ്മൾ ചെയ്യാറില്ലേ ഇങ്ങനെ കണ്ടിന്യൂസ് വീഡിയോ എടുത്ത് ഇങ്ങനെ ഇടും, ഒന്നും പറയത്തില്ല. ഇത് ഭയങ്കര എന്തിലായി ആൾക്കാർ കാണും. എന്നാ രസമെന്ന് നോക്കി. ഇത് റോഡ് സീരീസ് നമ്മളെ പറയും, റോഡ് സീരീസ് ആണ് എന്ന് പറയും. ഇനി പഞ്ഞിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ നിന്ന് കഴിഞ്ഞാൽ പൊന്നമ്പലമറ്റും എല്ലാ ഭാഗമാണ്. മണ്ടയ്ക്ക ഒരമ്പലം നിൽക്കുന്ന സൈഡിലാണ് അത്. പോകുന്ന ആ മലയില്ലേ, ആ മല പഞ്ഞിപ്പാറ. അതിന് മണ്ടയ്ക്കല്ല നമുക്ക് കയറണം. കണ്ടല്ലോ, നാളെ അതിലേ അത് നിങ്ങൾ പോകുന്നത്. ഈ ചെല്ലുന്ന ഞാൻ കാണിക്കുന്നില്ലേ, ചെല്ലുന്ന സ്ഥലത്താണ് നിങ്ങൾ ടിക്കറ്റ് ഇത് ചെയ്യാൻ വരണ്ടേ. രാവിലെ ഒരു 8 മണി തൊട്ടാ സ്റ്റാർട്ടിങ്. നിങ്ങൾ 8:30 പറഞ്ഞേക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു 8 മണി, ഒരു 7:30 ആകുമ്പോൾ നമുക്കൊരു 8 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി. വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ രാവിലെ നമ്മൾ ചെറിയ നേരെ ഇവിടെ ഗവിയിൽ ആങ്ങുഴി ഫോറസ്റ്റ് സ്റ്റേഷനിൽ വരിക. ഫോറസ്റ്റ് സ്റ്റേഷനിൽ വന്നിട്ട് നിങ്ങളുടെ പാസ് കാണിക്കുക. അതെ, 2 പേർക്കും ചെറിയ ചില്ലറയാണ് ഈ വണ്ടിക്ക്. ഒരു വണ്ടിക്ക് എങ്ങാണ്ട് വണ്ടിയുടെ പൈസ കൊടുക്കണം. അതുപോലെ അതപ്പുറത്ത് നിങ്ങൾ ഇവിടെ പാസിൻ്റെ പൈസ കൊടുത്ത് കാണും. പിന്നെ അത്യാവശ്യം നിങ്ങൾക്ക് വേണ്ട ആക്സസറീസോ പൊതിച്ചോറോ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഒരു കാര്യം പൈസ കേട്ടോ, ATM ഇല്ല, ഗൂഗിൾ പേ ഇല്ല. ഒരു 10,500 രൂപ എടുത്ത് കൈ വെച്ചോണം, 2,000 രൂപ കൈ വെച്ചോണം. കാരണം ഇൻ കേസ് പിന്നെ പെട്രോൾ ഇന്ന് രാത്രി തന്നെ ഫില്ല് ചെയ്യണം. നാളെ അതെ രാത്രി ഒരു വിഷയം. അതെ കോടീസ് പിന്നെ ചെറിയ ഇത്രയും കോടി വന്നിട്ട് എന്ത് ചെയ്യാനാ സഞ്ജയ്, എന്ത് ചെയ്യണം? നമുക്ക് അത് പറയേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടെ നാടിൻ്റെ കാര്യം. എടാ അവിടെ എന്തോ ചുമന്ന അല്ലല്ല എന്തോന്ന് നിൽക്കുന്ന ഒരു ഫീല്. അപ്പോൾ ചോറ് മേടിച്ചോണ്ട് പോകണം. ചോറ് വാങ്ങിച്ചോണ്ട് പോകണം. ചോറ് നിങ്ങളൊരു കാര്യം ചെയ്തായി, ഇവിടെ നിന്നും കിട്ടും. KSCBയിലെ ക്യാൻറ്റീൻ ഉണ്ടാവും, ക്യാൻറ്റീനിൽ നിന്ന് കഴിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പം നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഹോട്ടലിൽ ഇപ്പോൾ നമ്മുടെ ഈ പ്രോപ്പർട്ടി റെഡി ആവുകയാണെങ്കിൽ അവർ ഫുഡ് കാര്യങ്ങൾ സെറ്റ് ചെയ്തോളും. ഇന്ന് രാത്രി അറിയാൻ പറ്റും. രാത്രി അറിയാൻ പറ്റും. രാത്രി എന്നെ വിളിക്കാമെന്നാണ് പുള്ളി പറഞ്ഞത്. ഏതെങ്കിലും ഒരു ഫാമിലി ഉണ്ടെങ്കിൽ മമ്മിയും കൂട്ടി ഞാനും കൂടെ അങ്ങ് വന്നാലെന്നാണ് ഇരിക്കാൻ. എങ്ങനെ ഫാമിലി അത് ഞാൻ ആലോചിക്കും. മമ്മി ഞാനിവിടെ വന്ന ആകെ പ്രശ്നമാവും. അതൊന്നുമല്ല, ഭയങ്കര കാര്യമാണ്. എന്നെ ഇങ്ങോട്ട് ട്രോളും, ഞാൻ അങ്ങോട്ട് ട്രോളും. അങ്ങോട്ട് പിടിച്ച ട്രോളാം. ശരിക്കുള്ള ഐഡിയ തമാശയായിട്ടുള്ള സാധനം. ആ ചുമന്ന സാധനം കണ്ടിട്ടേ ആന നിറങ്ങുന്ന ആന നിറങ്ങും. പിന്നെ ആന ഭയങ്കര നിരക്കാരനാണ്. നീ എന്താ വിചാരിച്ചേ? നിങ്ങളെ കൊച്ചി മാത്രമേ ഉള്ളൂ നിരക്കുള്ളതാ വിചാരിച്ചേ? അട്ടപ്പാടി പോകുന്നിടത്ത് കണ്ട് കുട്ടികൾ വന്നിട്ട് ഇങ്ങനെ ഇരിക്കണ ആനക്കുട്ടിയാ ഇങ്ങനെ കല്ലിന്റെ മുകളില്, എന്താ പറയാ, പാറക്കല്ലിന്റെ മുകളിൽ ഇരിക്കുന്നു. നമ്മള് സാധാരണ ചെയറിലിരിക്കുന്നു, സ്റ്റൂളിലിരിക്കുന്നവര് 2 ഇങ്ങനെ കുത്തിയിട്ട് ഈ ഇപ്പ് കുത്തി ഇരുന്നിട്ട് കൈ 2 പൊക്കി വെച്ച്. ഓഹോ, ഈ റൂട്ടിലുള്ള രാത്രി ഈ റൂട്ടിൽ പിന്നെയും വരാനൊക്കത്തില്ല. വരാം, ആനത്തേടെ അയ്യർട്ട് കളിയായിരിക്കും അറിയാൻ. ആണോ? പിന്നെ ഈ റോഡ് കളില്ല, എല്ലാം വലിച്ചു പറിച്ചിട്ടേക്കുന്നില്ലേ. ഇത് ആന വലിക്കും. ഇത് ആ വലിച്ച് റോഡിൽ കൂടെ വലിച്ച് അടിച്ചടിച്ച് തീർക്കും. നമുക്ക് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ലാത്ത അവസ്ഥ. എത്ര തവണ കണ്ട് ഇവിടെ വന്ന് കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ ഈ വളം കൊടുത്തിട്ട് ഈ മേലെ നാന ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ മേലോട്ട് കയറിയിട്ട് ഒറ്റയാല എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഡാഷ് ക്യാമിൽ വീഡിയോ നോക്കിയപ്പോൾ ഒന്നും കിട്ടിയില്ല. ഉണ്ടായിരുന്ന നോക്കി നിൽക്കും. മലയാളം കളിക്കുന്ന കേട്ടോ.
ഇവർ ശരിയാക്കുക എനിക്ക് നോക്കി നിൽക്കും. നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാതിരുന്നാൽ മതി. ആരാറ് വഴിക്ക് വേണ്ട പോകണ്ട, മേലോട്ട് കയറിപ്പോയി.